ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ സോസേജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ സോസേജ് ഫ്രോസൺ ആണ്. അത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലെ ഇരിക്കും. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ്, ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ സോയാ സോസ്, പാപ്രിക്ക പൗഡറും ഞാനിതിൽ ചേർക്കുന്നുണ്ട്, അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ പീസസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പം നമുക്ക് ഈ ഓരോ പീസസൊന്നും മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് 2 to 3 മിനിറ്റ്സ് കഴിയുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സോയാ സോസ്, ഇനി കുറച്ച് ഒറിഗാനോ ഞാൻ ഇടുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ, ഇത് രണ്ടും ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സപ്പ് ചെയ്ത് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ആയി വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു സെർവിങ് പാനിലേക്ക് ഇതൊക്കെ മാറ്റാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോയും ഓണിയനുമാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിവിടെ പീസ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിവിടെ ടൊമാറ്റോസ് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്, കാരണം നമ്മൾ സാൻഡ്വിച്ച് ആണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ് റൗണ്ടായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു സ്പ്രെഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി മയോണൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് 2 ഗാർലിക്ക് നമുക്ക് ഇടാം, അതിൻ്റെ ഒപ്പം ഒരു മുട്ട മൊത്തത്തിലിടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഷുഗർ, വിനീഗർ, പിന്നെ ലാസ്റ്റായിട്ട് ഓയിൽ ഉപയോഗിക്കുമ്പം ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമുക്കിനി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എണ്ണ ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി അടിച്ചു കൊടുത്താലും മതി. സോസേജസ് നമുക്കിതുപോലെ ഒന്ന് പീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിൽ നമുക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഞാനിവിടെ ഓണിയനും എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊക്കെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി മയോണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് കെച്ചപ്പും പിന്നെ കുറച്ച് ഒറിഗാനോയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് ഫ്ലേവർ ചെയ്തെടുക്കാൻ പറ്റും. സോസേജസിൽ ഓൾറെഡി ഫ്ലേവേഴ്സ് ഉണ്ട്. എൻ്റെ ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.